ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 2, ശ്ലോക 4. തത്താദൃങ്മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം ന ആസ്തേ സ്വഭക്തേഷു അപി തേന അസ്യാബധ കഷ്ടം അച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യവാർത്താ ഉദഭൂത്. തത്താദൃക് ഏറെ അധികമായിട്ടുള്ളത്, മധുരാത്മകം മാധുര്യമുള്ളത്, തവ ഭഗവാന്റെ, വപുഹു ശരീരം, സംപ്രാപ്യ സ്വന്തമാക്കി പ്രാപിച്ചിട്ടുള്ളത്, സമ്പന്മയി സമ്പത് സ്വരൂപിണിയായിട്ടുള്ള, സാ കൂടിയുള്ളത്, ദേവി ലക്ഷ്മി ദേവി, പരമോത്സുക കൂടുതൽ അനുരക്തയും ഉത്സാഹം തോന്നിപ്പിക്കുന്ന രീതിയിലായിട്ടുള്ളത്, ചിത്തരം ചിരതരം ഒരുപാടു കാലം, ന ഇല്ലാത്തത്, ആസ്തേ ഇരിക്കുക, സ്വഭക്തേഷു സ്വന്തം ഭക്തന്മാർ, അപി ഇപ്പോൾ, തേന അതുകൊണ്ട്, അസ്യാഹ ദേവിക്ക് മാത്രമായിട്ടുള്ളത്, ബദ ഇത്, കഷ്ടം മനക്ലേശം, അച്യുത നാശമില്ലാത്തതാരാണോ, വിഭോ ഭഗവാൻ, ത്വദ് ഭഗവാന്റെ, രൂപം ശരീരം, മാനോജ്ഞക മനസ്സിനുള്ളിലുള്ളത്, പ്രേമസ്ഥൈര്യം സ്നേഹത്താൽ സ്ഥിരത നേടിയത്, അജാപല ഒന്നിലും ഉറയ്ക്കാത്തത്, ബലാദ് നിലനിൽക്കുന്നത്, ചാപല്യ ചപലമുള്ള അതായത് സ്ഥിരമല്ലാത്തത്, വാർത്ത ജനസംസാരം, ഉദഭൂത് ശരിവാക്കും വിധം. തവ വപു സംപ്രാപ്യ സമ്പന്മയീ സാ ദേവി പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി തേനാസ്യാബധ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപാത്മാനോജ്ഞക പ്രേമസ്ഥൈര്യമയാദ ച ബാലബലാത് ചാപല്യവാർത്തോദഭൂത്. അതായത് ഇവിടെ ഭഗവാന്റെ ആ സ്വാരൂപ്യത്തിൽ നിന്നും എങ്ങനെയാണോ ഒരു ഭക്തന് ആ ഒരു സ്ഥിരത നേടുന്നത്, ഭക്തിക്ക് സ്ഥിരത നേടുന്നത്, ആ ഒരു ഭഗവാനിൽ മാത്രമായിട്ട് ഏകാഗ്രതയോടു കൂടി സ്ഥിരത നേടുന്നത്, അതായത് ഏറെ അധികം മധുരമായിട്ടുള്ളതാണ് ആ ഭഗവാന്റെ ശരീരം. അത് സ്വന്തമാക്കി പ്രാപിച്ചിട്ടുള്ളതും സമ്പത് സ്വരൂപിണിയോട് കൂടിയതായിട്ടുള്ളതുമാണ് നമ്മുടെ സാക്ഷാൽ ലക്ഷ്മി ദേവി. അതും ഭഗവാനിൽ കൂടുതൽ അനുരക്തം ഉത്സാഹം തോന്നിക്കൊണ്ട് ഒരുപാടു കാലം ആ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുക എന്നത് ആ സ്വന്തം ഭക്തന്മാർ എപ്പോഴും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ദേവിയും. ഇത് മനക്ലേശം അല്ലെങ്കിൽ മനക്കഷ്ടം തോന്നിക്കുന്ന ഇനിയൊരു കാര്യം എന്തെന്നാൽ, ലക്ഷ്മി ദേവി സ്ഥിരമായി ഒരു ഭക്തനിൽ തന്നെ നിൽക്കുന്നില്ല. ദേവി എപ്പോഴും സാക്ഷാൽ ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ദേവിയെ ഭജിച്ചാൽ പോലും ദേവി ദേവിയുടെ ഭക്തന്മാരുടെ കൂടെ അല്ല, വിഷ്ണു ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെയാണ് സ്ഥിരമായി നിൽക്കുന്നത്. അതിനാൽ ഭക്തന്മാർ ദേവിയെ ഭജിക്കുന്നതിനേക്കാളും സാക്ഷാൽ വിഷ്ണുവിനെ ഭജിക്കുകയാണെങ്കിൽ ആ ഭക്തന് വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും രണ്ടുപേരുടെയും അനുഗ്രഹം സ്ഥിരമായി ലഭിക്കുന്നതാണ്. അതായത് ഭഗവാന്റെ ശരീരം മനസ്സിനുള്ളിൽ സ്നേഹത്താൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആ ദേവി മറ്റ് ഒരു വസ്തുവിലും സ്ഥിരമായി നിൽക്കുകയില്ല. അങ്ങനെ ചപലമായിട്ടുള്ള സ്ഥിരമില്ലാത്തതായിട്ടുള്ള ആ ഒരു ജനസംസാരം ശരിയാകും വിധത്തിലാണ് ദേവി എപ്പോഴും സ്ഥിരമായി ഭഗവാന്റെ ആ ഒരു ശരീരത്തിൽ ലയിച്ചു കിടക്കുന്നത്. ഇവിടെ ഭഗവാന്റെ ആ ഒരു
സ്വരൂപ വർണ്ണ മാധുര്യത്തെയും ആ ഭഗവാനിലുള്ള ആ ഒരു ഭക്തി മഹത്വത്തെയും കുറിച്ചാണ് പരാമർശിക്കുന്നത്. താങ്ക് യു.